രോഹിതേട്ടാ, കഴിഞ്ഞ കുറെ നാളുകൾക്കിടയിൽ പാർട്ടി വിട്ട് UDF വിട്ട് കോൺഗ്രസ് വിട്ട് CPM-ലേക്കൊക്കെ ചേക്കേറിയ കുറേയധികം വ്യക്തികളുണ്ട്, നേതാക്കന്മാരുണ്ട്. അപ്പോൾ ഇവരെല്ലാം പലരുടെയും പേരുകൾ കേട്ടിരുന്നു. ഇവരെല്ലാം തന്നെ ഈ വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ സാധ്യതയുണ്ട് എന്നുള്ള വാർത്തകളൊക്കെ കേട്ടിരുന്നു. പക്ഷെ ഇവരാരും തന്നെ ഈ പറഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയിലില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ UDF-ൽ സ്ഥാനം കിട്ടുന്നില്ല, ആരും മൈൻഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞ് ഓടിച്ചെന്ന് CPM-ൽ കയറിയിട്ട് അവിടെയും സ്ഥാനം കിട്ടാത്ത അവസ്ഥയിൽ ഇവിടുന്ന് പുറപ്പെടുകയും ചെയ്ത് അവിടെ എത്തുകയും ചെയ്തില്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയിലല്ലേ അവരിപ്പോൾ ഉള്ളത്. ഈ കോൺഗ്രസിൽ ഇപ്പോഴും സ്ഥാനാർത്ഥി നിർണയ ചർച്ചകൾ നടക്കുമ്പോൾ പലരും ഭീഷണിപ്പെടുത്തുന്നുണ്ട്. ഞാൻ തീരുമാനമെടുക്കും, ഞാൻ അങ്ങോട്ട് പോകും, ഇങ്ങോട്ട് പോകും എന്നൊക്കെ. ഈ പോകുന്നവരോട് പറയാനുള്ളത്, നിങ്ങൾ പോകുന്നെങ്കിൽ BJP-യിലേക്കോ 2020-യിലേക്കോ പോകണം. BJP-യിൽ ചെന്നിട്ട് അതുവഴി 2020 ചെന്ന ബാബു ദിവാകരനൊക്കെ നമ്മുടെ മുന്നിൽ റിപ്പോർട്ട്. അപ്പോൾ അല്ലാതെ ഈ CPM-ലേക്കോ CPI-യിലേക്കോ ചെന്നാൽ നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് ആ ദിവസം സൈബർ അണികളുടെ അഭിവാദ്യങ്ങളും MV ഗോവിന്ദൻ മാഷ്വക ഒരു ചുവന്ന ഷാളും മാത്രമായിരിക്കുമെന്ന് ചരിത്രം നമ്മുടെ മുന്നിൽ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. നോക്കൂ, KV തോമസ്, ഫിലിപ്പോസ് തോമസ്, ശോഭന ജോർജ്, KC റോസക്കുട്ടി, ഷാജിദ കമാൽ, ലതിക സുഭാഷ്, KP അനിൽകുമാർ, PS പ്രശാന്ത്, ഡോക്ടർ P സരിൻ, A രാമസ്വാമി, G രതികുമാർ, റിയാസ് പഴഞ്ഞി, ബാബു ജോർജ്, ഡോക്ടർ സജി ചാക്കോ എന്നൊക്കെ കേട്ടിട്ടുണ്ടോ? ഇതിൽ പല നേതാക്കന്മാരും മുൻ MLA-മാരായവരുണ്ട്, DCC-യിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചവരുണ്ട്, KPCC-യിൽ വലിയ സ്ഥാനങ്ങൾ വഹിച്ചവരുണ്ട്, ബോർഡ് മെമ്പർമാരായിട്ടുള്ളവരുണ്ട്, പലതവണ സീറ്റ് ലഭിച്ചിട്ട് പരാജയപ്പെട്ടു പോയിട്ടുണ്ട്, പരാജയത്തിന്റെ പട്ടുകുഴിയിലേക്ക് വീണു പോയവരുണ്ട്. ഇതിൽ ഈ പേര് കേൾക്കുന്നതിൽ രണ്ട് മൂന്ന് മഹിളാരക്തങ്ങളുണ്ട്. അതിലൊന്ന് ശോഭന ജോർജ് ആണ്, മുൻ ചെങ്ങന്നൂർ MLA ആയിരുന്നു, K കരുണാകരൻ ഗ്രൂപ്പിലെ പ്രബലയായിരുന്നു. ഇപ്പോൾ പുള്ളിക്കാരിയുടെ പണി എന്ന് പറയുന്നത് ആറ്റുകാൽ പൊങ്കാല ദിവസം പോയി പൊങ്കാല ഇട്ടിട്ട് പിണറായി വിജയന്റെ ആയുരാരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ പൊങ്കാല ഇടുന്നതെന്ന് മാധ്യമങ്ങളോട് എല്ലാ വർഷവും പറയലാണ് പുള്ളിക്കാരിയുടെ ഏറ്റവും വലിയ പണി. ഖാദി ബോർഡിലൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് സീറ്റും വേണ്ട, ഒന്നും വേണ്ട. ഇതിൽ ഏറ്റവും എനിക്ക് ഇതിനകത്ത് ഇഷ്ടമുള്ള ഒരു നേതാവുണ്ട് ഈ ലിസ്റ്റിൽ, ലതിക സുഭാഷ്. സീറ്റ് ലഭിക്കാത്തതിന്റെ പേരിൽ, അവഗണനയുടെ പേരിൽ പാർട്ടി ഒരു പ്രതിസന്ധിയുടെ ഘട്ടത്തിൽ നിൽക്കുമ്പോൾ പാർട്ടിയിലെ സാധാരണക്കാരനായ കോൺഗ്രസിനെ സ്നേഹിക്കുന്ന അണികൾ നാട് നീളെ പോസ്റ്റർ ഒട്ടിച്ചും അനൗൺസ്മെന്റ് ചെയ്തും വീടാന്തരം കയറി അഭ്യർത്ഥനയും മറ്റുമൊക്കെ കൊടുത്ത് പാർട്ടിയെ എങ്ങനെയെങ്കിലും ഒന്ന് വിജയിപ്പിക്കണം, ഒന്നാം പിണറായി സർക്കാരിന്റെ ദുരന്തത്തിൽ നിന്ന് ഇവരെ താഴെ ഇറക്കണം, ഇവിടെ UDF-ന് ജയിച്ചു കയറാനുള്ള സാധ്യതകൾ മങ്ങി നിൽക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു സീറ്റിനു വേണ്ടി പോയി, സീറ്റ് കൊടുക്കാഞ്ഞിട്ടല്ലല്ലോ, ഒരു സീറ്റിനു വേണ്ടി പോയി ഇവർക്ക് കിട്ടാത്ത പോസ്റ്റുകളൊന്നുമില്ല. കൊട്ടിവെച്ച കാറുണ്ടായിരുന്നു, സ്ഥാനമാനങ്ങൾ ഉണ്ടായിരുന്നു, മഹിളാ കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷയായിരുന്നു, അവർ ചോദിച്ച സീറ്റ് കൊടുത്തില്ല എന്ന് പറഞ്ഞുകൊണ്ട് തിരുവനന്തപുരത്ത് ഇന്ദിരാഭവന്റെ മുന്നിൽ പോയി ഒരു ബാർബറെ വിളിച്ചു വരുത്തി തല മുട്ടയടിച്ചു ഈ മഹിളാരത്നം. എന്നിട്ട് എന്താ ഉണ്ടായേ? കഴിഞ്ഞ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ 3-ാം സ്ഥാനത്തോ എന്തോ പോയി, സീറ്റില്ല, ഒരു പരാതിയുമില്ല. പിണറായി വിജയൻ കൺകണ്ട ദൈവമായി അവിടെ തുടരുകയാണ്. പല ആളുകൾ എത്ര പേർ, അതിൽ ഡോക്ടർ P സരിൻ. നോക്കൂ, ഡോക്ടർ P സരിൻ UDF-ൽ നിന്ന് പോകുന്നൊരു സാഹചര്യം തികച്ചും വ്യത്യസ്തമായിരുന്നു. ഞാൻ സരിനെ സംബന്ധിച്ചിടത്തോളം സരിൻ പാലക്കാട് സീറ്റിന് അർഹനായിരുന്നു UDF-ൽ. ഒരുപക്ഷെ പാലക്കാട് സരിന് സീറ്റ് കൊടുത്തിരുന്നെങ്കിൽ ആ ഒരു ടീം UDF അതേ രീതിയിൽ അവിടെ വർക്ക് ചെയ്തിരുന്നെങ്കിൽ സരിൻ വിജയിക്കുമായിരുന്നു. അങ്ങനെയെങ്കിൽ നിയമസഭയിൽ കഴിവുള്ള പ്രതിപക്ഷ നിരയിലെ നല്ലൊരു MLA ആകാൻ സരിന് സാധിക്കുമായിരുന്നു. പകരം സീറ്റ് കൊടുത്തത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. പൊളിറ്റിക്കലി നോക്കുമ്പോൾ സരിനേക്കാൾ നന്നായി സംസാരിക്കാൻ അറിയാവുന്ന, ആളുകളെ കയ്യിലെടുക്കാൻ അറിയാവുന്ന ആളുകളൊക്കെ തന്നെ ആളായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. പക്ഷേ നോക്കൂ, സരിൻ്റെ ഒരു അക്കാഡമിക് ബാക്ക്ഗ്രൗണ്ടെങ്കിലും പരിഗണിക്കണം. ഒരു തവണ സീറ്റ് കൊടുത്തു, പരാജയപ്പെടുന്ന സീറ്റിലാണ് സീറ്റ് കൊടുത്തത്. പാലക്കാട് സരിൻ സീറ്റ് ആഗ്രഹിക്കുകയല്ല ചെയ്തത്, പുറത്തുനിന്നുള്ളൊരു സ്ഥാനാർത്ഥി വേണ്ട എന്നതായിരുന്നു സരിൻ്റെ നിലപാട്. പക്ഷെ കോൺഗ്രസ് പോലൊരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് കടന്നു വന്ന് വലിയ സ്വീകാര്യത ലഭിച്ച് പിന്നീട് വലിയ ഇടതുപക്ഷത്തിന്റെ വിമർശകനായി മാറിയ പിണറായി വിജയന്റെ ഓഫീസ് കേന്ദ്രീകരിച്ച് പെൺവാണിഭം നടക്കുന്നു എന്ന് പറയാൻ ധൈര്യം കാണിച്ച ഒരു യുവ നേതാവ് ആ ഒരു പ്രശ്നത്തിന്റെ പേരിൽ ഇന്റേണലി നിന്ന് തർക്കമുണ്ടാക്കാൻ സാഹചര്യമുള്ള, തർക്കിക്കാൻ പറ്റുന്ന, വഴക്കടിക്കാൻ പറ്റുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയം ഉപേക്ഷിച്ച് ഇടതിനൊപ്പം ചേർന്ന് CPM-നൊപ്പം ചേർന്നപ്പോൾ അദ്ദേഹത്തിന്റെ പൊളിറ്റിക്കൽ കരിയർ അവിടെ അവസാനിക്കുകയായിരുന്നു എന്ന് സരിൻ മനസ്സിലാക്കണമായിരുന്നു. അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് സരിൻ പിണറായി വിജയന് വേണ്ടി നടത്തുന്നൊരു
പ്രൊമോഷൻ വർക്കിനെ കുഴലൂത്ത് എന്നല്ലാതെ മറ്റെന്താണ് വിളിക്കാൻ സാധിക്കും? ഒരു രാത്രി ഇരുട്ടി വെളുത്തപ്പോൾ സരിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്ന ആദർശങ്ങളെല്ലാം ഇല്ലാതായിപ്പോയി എന്നുള്ളത്. സരിൻ ആ തിരഞ്ഞെടുപ്പിൽ സഹകരിക്കാതെ മാറി നിൽക്കാമായിരുന്നു. സരിൻ ഉറപ്പായും UDF ഉണ്ടായിരുന്നെങ്കിൽ ഇത്തവണ ഒരു സീറ്റിൽ ഡോക്ടർ സരിൻ ഉണ്ടാകുമായിരുന്നു എന്നുള്ളതാണ്. സരിന് വേറെ എന്ത് അക്കോമഡേഷൻ കൊടുത്തു എന്ന് പറഞ്ഞാലും സരിന് വലിയൊരു നഷ്ടമാണ്. സരിനെ പിണറായി വിജയൻ ചേർത്ത് പിടിക്കുമെന്നാണ് ഞാൻ ഇന്ന് വരെയും കരുതിയിരുന്നത്. പാലക്കാട് സീറ്റ് മാറ്റിയിട്ടപ്പോൾ ആ സീറ്റ് സരിനുള്ളതാണെന്നാണ് ഞാൻ വിചാരിച്ചത്. NMR മുതലാളിക്ക് മാറ്റിയിട്ടതാണെന്ന് കുറച്ച് നിമിഷങ്ങൾക്ക് മുമ്പ് ഏഷ്യാനെറ്റ് ബ്രേക്ക് ചെയ്യുന്നുണ്ട്. അവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വരും, NMR മുതലാളിമാർക്ക് സീറ്റ് കൊടുത്തില്ലെങ്കിൽ എങ്ങനെയാണ് തൊഴിലാളി വർഗ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നത്? നമുക്ക് ഇതൊരു വലിയ പക്ഷേ എനിക്ക് തോന്നുന്നു സരിൻ പാർട്ടി വിടുന്നതിൽ ഈ പറഞ്ഞ സീറ്റ് കൊടുക്കാത്തതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ മാത്രമായിരുന്നില്ല. അല്ല, സരിൻ പാർട്ടി വിടുന്നതിൽ സരിൻ പാർട്ടിയോട് പുതുപ്പള്ളി തിരഞ്ഞെടുപ്പ് മുതൽ ഇങ്ങോട്ട് പാർട്ടിയോട് അസ്വസ്ഥനായിരുന്നു. പാർട്ടിയുടെ സോഷ്യൽ മീഡിയ വിങ്ങിന്റെ ഹെഡായിരിക്കുമ്പോൾ മുതൽ ഇങ്ങോട്ട് VD സതീശനുമായും ഷാഫി പറമ്പലുമായും ഒക്കെ ഉണ്ടായ അഭിപ്രായ ഭിന്നതകളൊക്കെ എനിക്ക് തോന്നുന്നു ഒരു സമയത്തിന് ശേഷമാണ് ഈ പറഞ്ഞ കോൺഗ്രസിൽ തന്നെ ഒരു ഈ കാര്യങ്ങൾ അഡ്രസ് ചെയ്യുന്ന തരത്തിൽ കാര്യങ്ങൾ പോകുന്നത്. അതിനു മുൻപ് ഈ പറഞ്ഞ പ്രശ്നങ്ങളൊന്നും അഡ്രസ് ചെയ്യാത്തൊരു സമയം പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് മാധ്യമപ്രവർത്തകർ അടക്കമുള്ളവർക്ക് അറിയാം. ഇപ്പോൾ സരിന്റെ CPM സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ഞാൻ സരിന് അയച്ച മെസ്സേജ്, സരിൻ താങ്കൾ ജയിക്കേണ്ടവരാണ്, പക്ഷെ അവിടെ ഇത്തവണ UDF തോൽക്കാൻ ആഗ്രഹിക്കുന്നില്ല, തീരുമാനം വേണ്ടിയിരുന്നു എന്നൊന്ന് ഒരു വട്ടം കൂടി ആലോചിക്കണം എന്ന് ഞാൻ പറഞ്ഞിരുന്നു എന്നുള്ളതാണ്. സരിനുമായ സൗഹൃദം നമ്മൾ സ്നേഹവും ഒക്കെ ഇപ്പോഴും മനസ്സിൽ സൂക്ഷിക്കുന്നതുകൊണ്ടാണ് ഒരു വഴിവിട്ട് സരിനെ വിമർശിക്കാൻ സാധിക്കാതെ പോകുന്നു. സരിനോട് സ്നേഹമുണ്ട്. ഇത്രയും ഉന്നതമായ MBBS കഴിഞ്ഞ് സിവിൽ സർവീസ് നേടിയ ഒരു ചെറുപ്പക്കാരൻ രാഷ്ട്രീയ പ്രസ്ഥാനത്തിലേക്ക് ഇതെല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി വരണമെങ്കിൽ അയാൾക്ക് ആ നാടിനോടുള്ള കാഴ്ചപ്പാട് കൊണ്ടാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ തീരുമാനങ്ങളിൽ അദ്ദേഹത്തിന് മാറ്റമുണ്ടായി എന്നുള്ളത്. അപ്പോൾ നമുക്ക് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കേസ് എടുക്കൂ. രാഹുൽ മാങ്കൂട്ടത്തിൽ നല്ലവനാകാൻ ഈ നാട്ടിൽ ഇപ്പോൾ ഒറ്റ വഴിയുള്ളൂ. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ പൊളിറ്റിക്കൽ ഇമേജ് ക്ലിയർ ചെയ്യാൻ ഈ പേഴ്സണലി അദ്ദേഹത്തിന്റെ ചാർത്തി കൊടുത്തിരിക്കുന്ന കോഴി പട്ടം ഒഴിവാക്കാൻ, പീഡക പരിവേഷം ഒഴിവാക്കാൻ അദ്ദേഹത്തിന് മുന്നിൽ ഒറ്റ വഴിയുണ്ട്. അദ്ദേഹം CPM മെമ്പർഷിപ്പ് എടുത്താൽ മതി, കോൺഗ്രസ് എന്ന് പുറത്താണ്. അതോടുകൂടി അദ്ദേഹം പരിശുദ്ധനായി മാറില്ലേ. എന്നിട്ടും രാഹുൽ മാങ്കൂട്ടത്തിൽ അറിയുന്നത് കോൺഗ്രസ് ആണ്, കുറച്ചു കാലം കഴിയുമ്പോൾ ഈ പ്രശ്നങ്ങളൊക്കെ തീരും, പാർട്ടിയിൽ സജീവമാകാൻ സാധിക്കും എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അദ്ദേഹം ഇപ്പോഴും UDF നേതാവിനെ പോലെ കോൺഗ്രസ് നേതാവിനെ പോലെ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അത്രയും രാഷ്ട്രീയ കൗശലം P. സരിന് ഇല്ലാതെ പോയി എന്നുള്ളതാണ്. അല്ലെങ്കിൽ P. സരിൻ കരുതി ഇത്തവണയും സരിന് സീറ്റ് ഉണ്ടാകുമെന്ന് കരുതി സീറ്റില്ല എന്നത് നമ്മളിപ്പോൾ മനസ്സിലാക്കണം. നോക്കൂ, തിരിച്ച് ഇടതുപക്ഷത്തു നിന്ന് കോൺഗ്രസിലേക്ക് വന്നവരുടെ ലിസ്റ്റ് പരിശോധിക്കൂ. കൃത്യമായ അക്കോമഡേഷൻ അവർ കൊടുത്തിട്ടില്ലേ? എന്തിനു പറയുന്നു, കോൺഗ്രസിലേക്ക് വരാത്ത, UDF വരാത്ത G. സുധാകരന് വരെ കോൺഗ്രസ് സപ്പോർട്ട് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഐഷ പൂറ്റിയമ്മല്ലേ, നമ്മൾ കണ്ടിട്ടുണ്ട്, P. ശശി അടക്കമുള്ളവരെ ചേർത്ത് പിടിക്കുന്ന ഒരു രാഷ്ട്രീയം കോൺഗ്രസ് കാണിക്കുന്നുണ്ട്. കോൺഗ്രസ് നല്ല നേതാക്കന്മാരില്ലാഞ്ഞിട്ടല്ല, സീറ്റുകളിൽ പലയിടത്തും പ്രശ്നങ്ങളുണ്ട്, തർക്കങ്ങളുണ്ട്, എങ്കിലും അക്കോമഡേഷൻ കൃത്യമായി കൊടുക്കുന്നുണ്ട് എന്നുള്ളതാണ്. അതിനേക്കാൾ അക്കോമഡേഷൻ കൊടുക്കുന്നത് BJP ആണ്. BJP-യിൽ സീറ്റ് കിട്ടും, ജയിക്കണ്ടേ? ജയസാധ്യതയുള്ള സീറ്റുകളിലേക്കല്ലല്ലോ കൊടുക്കുന്നത്. ജയസാധ്യത തീരെയില്ലാത്ത സീറ്റുകളെ അവിടെ ആളില്ലാത്ത എത്രയോ മണ്ഡലങ്ങളുണ്ട്. 2020 ചെയ്യുന്ന പല മണ്ഡലങ്ങളിലും ആളെ തപ്പി നടക്കുന്നുണ്ട് എന്നാണ് കേട്ടത്. എന്ത് തന്നെ ആയാലും ഇപ്പോൾ തമിഴിൽ ഏതോ ഒരു സിനിമയുടെ അവസാനമുണ്ട്. ഈ വില്ലന്റെ കൂടെ നിന്ന് നായകന് വേണ്ടി അയാളെ ചതിക്കുന്നവരെ കൊന്നെടുക്കിയിട്ട് നായകൻ പറയും, എന്താ, ചതിക്കുന്നവൻ എതിരികൾ കൂടെ പോലും ഇരിക്കരുത് എന്ന് തമിഴ് പറയാൻ വഴങ്ങുന്നില്ല പഴയ പോലെ. അതായത് ചതിക്കുന്ന ആൾ ശത്രുവിനൊപ്പം പോലും ഉണ്ടാകാൻ പാടില്ല എന്ന്. അത്തരത്തിൽ കൂടെ നിന്ന് പ്രതിസന്ധി ഘട്ടങ്ങളിൽ ചതിച്ചവരെയൊക്കെ പിണറായി വിജയൻ കൊന്നൊടുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഇന്നലെ വൈകുന്നേരം പിണറായി വിജയനും MV ഗോവിന്ദൻ മാഷും ആയിരുന്നു എൻ്റെ ഹീറോസ്. ഇവർക്കാർക്കും സീറ്റ് കൊടുത്തില്ല എന്നുള്ളത്.